അൻവറിന്റെ സ്വാർത്ഥ താൽപര്യം കൊണ്ട് പടിയിറങ്ങി പോകേണ്ടി വന്ന മലപ്പുറം മുൻ SP എസ് ശശിധരൻ നിലപാട് വ്യക്തമാക്കി രംഗത്ത്. അഴിമതിക്കും മാഫിയ പ്രവർത്തനത്തിനുമെതിരെ പോരാട്ടം ശക്തമായി തുടരുമെന്ന് ശശിധരൻ വ്യക്തമാക്കി. താൻ സ്വാധീനത്തിന് വഴങ്ങുകയോ തെറ്റിന് കൂട്ടുനിൽക്കുകയോ ചെയ്യാറില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. PV അൻവർ MLA മോഷണ പരാതിയിലും അന്വേഷണം നടക്കുന്നുണ്ട് എന്നും ശശിധരൻ പറഞ്ഞു. കഴിഞ്ഞ 10 മാസക്കാലം മലപ്പുറത്തെ ജനങ്ങൾക്ക് നീതി നടപ്പിലാക്കുകയായിരുന്നു തന്റെ ഉദ്ദേശം. ഇതിൽ വിജയിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനുകളിലേക്ക് നിർഭയമായി കടന്നു ചെല്ലാൻ പറ്റുക, പരാതികൾക്ക് പരിഹാരമുണ്ടാവുക, അവരോട് പോലീസുകാർ നന്നായി പെരുമാറുക എന്നീ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ നൽകിയത്. ഇവിടെയുള്ള ജനങ്ങളോട് നന്ദിയുണ്ട്. അവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചത്. അതിൽ ചാരിതാർത്ഥ്യമുണ്ട് എന്നും SP പറഞ്ഞു. അനധികൃത പണം വരവ് തടയാൻ ശ്രമിച്ചതാകാം തനിക്കെതിരായ ആരോപണത്തിന് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരിക്കൽ പോലും താൻ കള്ളക്കേസ് എടുത്തിട്ടില്ല, കണക്കുകൾ ഇതുവരെ പെരുപ്പിച്ചിട്ടില്ലെന്നും S ശശിധരൻ പറഞ്ഞു. ചാരിതാർത്ഥ്യത്തോടെയാണ് പടിയിറങ്ങുന്നത്. മലപ്പുറം പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ 10 മണിക്ക് തന്നെ യോഗത്തിൽ പോകാൻ ഒരുങ്ങിയതാണ്. സംഘാടകരാണ് 10:30 എത്തിയാൽ മതി എന്ന് പറഞ്ഞത്. പിന്നീട് നടന്ന കാര്യങ്ങളിൽ സമയമാകുമ്പോൾ പ്രതികരിക്കും. എല്ലാം കാലം തെളിയിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ഒരിക്കൽ പോലും കള്ളക്കേസ് താൻ എടുത്തിട്ടില്ലെന്നും കണക്കുകൾ ഇതുവരെയും പെരുപ്പിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. തനിക്കെതിരെ ആരോപണം വരാനുള്ള കാരണം എന്താ എന്ന് മനസ്സിലാകുന്നില്ല. വർഗീയവാദിയാണെന്ന് KT ജലീലിന്റെ വിമർശനം മനസ്സിലാകുന്നില്ല എന്നും S ശശിധരൻ പറഞ്ഞു. മതസൗഹാർദ്ദത്തോടെ കഴിയുന്ന നാട്ടിൽ നിന്നാണ് താൻ വരുന്നത് എന്നും അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏശാൻ പാടില്ല. അതുകൊണ്ട് മാനസിക വിഷമവുമില്ല. പ്രയാണം തുടരുമെന്നും തന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മാത്രമേ ആരോപണങ്ങൾ വിഷമിപ്പിക്കൂ എന്നും മലപ്പുറം മുൻ SP എസ് ശശിധരൻ പറഞ്ഞു. പോലീസിലാകുമ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം പ്രതീക്ഷിക്കണം. അതെല്ലാം മറികടന്നു പോവുകയാണല്ലോ ലക്ഷ്യം. PV അൻവർ MLA പരാതി ലഭിച്ചപ്പോൾ തന്നെ നടപടിയെടുത്തു. അന്വേഷണം നടന്നു വരികയാണ്. ഒരു തരത്തിലുള്ള സ്വാധീനത്തിന് വഴങ്ങുകയോ തെറ്റിന് കൂട്ടുനിൽക്കുകയോ ചെയ്യാറില്ല. അഴിമതിക്കും മാഫിയ പ്രവർത്തനത്തിനുമെതിരെ പോരാട്ടം ഏത് മേഖലയിലാണെങ്കിലും ശക്തമായി തുടരുമെന്നും മലപ്പുറം മുൻ SP എസ് ശശിധരൻ വ്യക്തമാക്കി. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ ശശിധരനെ വിജിലൻസിലേക്ക് മാറ്റിയിരുന്നു. കൊച്ചിയിലാണ് നിയമനം. പോലീസിന് പുതിയൊരു പൊൻതൂവൽ നൽകിയ SP ആണ് ശശിധരൻ. ഒരു കൊല്ലത്തിൽ താഴെയാണ് മലപ്പുറത്തുണ്ടായിരുന്നത്. ഇക്കാലത്ത് മുൻപെന്നത്തെയും പോലെ സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മികച്ച ഉദ്യോഗസ്ഥനാണ് ശശിധരൻ. എന്നാൽ രാഷ്ട്രീയക്കാരുടെ പ്രിയപ്പെട്ടവനാകാൻ കഴിഞ്ഞില്ല. ഇതുതന്നെയാണ് മാറ്റത്തിന് കാരണമായത്. ഈ വർഷത്തെ പോലീസ് അസോസിയേഷൻ ഉദ്ഘാടന ചടങ്ങിൽ PV അൻവർ MLA ശശിധരനെ വേദിയിലിരുത്തി അവഹേളിച്ചിരുന്നു. അദ്ദേഹവും കേസുകളുടെ എണ്ണത്തിൽ തന്നെയാണ് ഊന്നിയത്. സുജിത് ദാസിന്റെ കാലത്ത് നടന്ന ഒരു കയർ മോഷണത്തിന്റെ പ്രതികളെ പിടികൂടിയില്ല എന്ന ആരോപണവും അൻവർ ഉന്നയിച്ചു. ഇത് വിവാദമായി. സുജിത് ദാസിന്റെ പരിഹാസ ഫോൺ സംഭാഷണം എത്തി. അങ്ങനെ ശശിധരൻ പുറത്തേക്കും. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ ശരിവെച്ച ഹൈക്കോടതി വിധി സത്യത്തിന്റെയും നീതിയുടെയും വിജയമെന്ന് എല്ലാവരും വിലയിരുത്തി. ഈ അന്വേഷണം നടത്തിയതും ശശിധരൻ തന്നെയാണ്. നിയമ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ ശക്തമായ തെളിവുകളാണ് ശാസ്ത്രീയമായ റിപ്പോർട്ടിലൂടെ സമർപ്പിച്ചത്. ഇരയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച പ്രതിയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ശക്തമായിരുന്നു. നഖത്തിൽ നിന്ന് ലഭിച്ച DNA തെളിവ്, പുറകുവശത്തെ കടിച്ച പാടിയിൽ നിന്നുണ്ടായ ഉമ്മിനീർ, വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച രക്തത്തിന്റെ DNA, വീടിന്റെ കട്ടിലപ്പടിയിലെ രക്തത്തിൽ നിന്ന് കിട്ടിയ DNA ഉൾപ്പെടെ എല്ലാം ഒരാളുടേത് തന്നെയായിരുന്നു. അങ്ങനെ അമീറുൽ ഇസ്ലാമിലേക്ക് കാര്യങ്ങളെത്തി. പ്രതിയെ പിടികൂടുകയും വധശിക്ഷ വാങ്ങി നൽകുകയും ചെയ്തു. പ്രതിയെക്കുറിച്ച് യാതൊരുവിധ സൂചനയും ഇല്ലായിരുന്നു. കൃത്യം നടത്തുന്നതിന് 2 ദിവസം മുമ്പ് പ്രതി അവന്റെ മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചിരുന്നു. ഇത് പ്രതിയിലേക്ക് എത്തുക എന്നത് ദുസ്സഹമാക്കുകയും ചെയ്തു. എന്നാൽ മനുഷ്യനിലൂടെ ലഭിച്ച തെളിവുകളിലൂടെ കേസ് അന്വേഷണം പൂർത്തിയാക്കാനായി. ഹൈക്കോടതിയിൽ നിന്ന് പോലും വധശിക്ഷ ശരിവെച്ച വിധിയും എത്തി. അങ്ങനെ കേരളം ഏറെ ചർച്ച ചെയ്ത കേസിലെ അന്വേഷണ മികവുള്ള ശശിധരനെയാണ് മലപ്പുറത്തു നിന്നും ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അപ്പോഴും ആരോടും ശശിധരന് പരിഭവമില്ല. മലപ്പുറത്ത് നിന്ന് കാണാതായ പ്രതിശ്രുത വരൻ വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്നും കണ്ടെത്തി നാട്ടിലെത്തിച്ചതും ശശിധരന്റെ മറ്റൊരു അന്വേഷണ മികവ് തന്നെയായിരുന്നു.